എന്ന് പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടായിരിക്കെ പിന്നെ സമസ്തയിലേക്ക് പോയതിന് മുമ്പുള്ള പ്രഭാഷണമല്ല. അദ്ദേഹം അന്നും ഇന്നും സമസ്തയിൽ തന്നെയാണ്. നിങ്ങൾ അംഗീകരിക്കുന്ന പ്രഭാഷകനാണ്. അദ്ദേഹം ഈ സമൂഹത്തിൽ ഹജ്ജ് ചെയ്ത ഹാജിമാരെ മുശ്രിക്കാക്കിയിട്ടുണ്ട്. ഹജ്ജ് ചെയ്ത ഹാജിമാരെ മുശ്രിക്കാക്കിയിട്ടുണ്ട്. മുസ്ലിം മൊക്കലയിട്ട ഉമ്മമാരെ മുശ്രിക്കാക്കിയിട്ടുണ്ട്. മന്ത്രിമാരെ മുശ്രിക്കാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് നാളെ വേണമെങ്കിൽ പറയാം. കാരണം എന്താ, അദ്ദേഹം ഈ സമൂഹത്തിൽ ആൾ ദൈവങ്ങൾ അടുക്കി പോയ പിന്നെ നേതാക്കന്മാർ, പിന്നെ രാഷ്ട്രീയ മുസ്ലിങ്ങളെ നേതൃത്വത്തിലുള്ള ആളുകളെ വിമർശിച്ചു. ഹജ്ജ് ചെയ്തിട്ട് പിന്നെ ക്ഷേത്രങ്ങളിൽ പോയി തുലാഭാരം നടത്തിയ കഞ്ഞി വിളമ്പുന്ന ആളുകളെ വിമർശിച്ചു. എന്താ, ഹജ്ജ് ചെയ്ത മലപ്പുറത്തുള്ള ഹാജിയാരെയുള്ളോ ഈ മുശ്രിക്കാക്കണത് എന്ന് നാളെ നമുക്ക് ചോദിച്ചിട്ട് ഈ സമുദായത്തിന് മുമ്പിൽ മുതൽക്കണ്ണീർ ഒഴിക്കാൻ പറ്റൂലേ? എന്താ നമ്മൾ ചെയ്യാതിരുന്നത്? അത് ഉള്ളത് വസ്തുത പറയാനല്ലാതെ മുശ്രിക്കാക്കല്ലത്. അതുകൊണ്ട് ഞങ്ങളുടെ നേരെ അത് എടുത്തുന്നയിച്ച മുസ്തഫ ഷഫീഖ് കക്കുംപടി മനസ്സിലാക്കാനല്ല, അദ്ദേഹം ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കട്ടെ, ഈ വാദം പറയാതിരിക്കട്ടെ. എന്നാൽ ഇത് കൊണ്ടുവന്നവരെ, അത് കേട്ട് തെറ്റിദ്ധരിച്ച നിഷ്കളങ്കരായ നാട്ടുകാരെ ഇവിടെ കേട്ടോളൂ. റഹ്മത്തുള്ളാഹി കാസിം മൂത്തേടം റമദാൻ മതപ്രഭാഷണത്തിൽ ശക്തമായി മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയല്ല, അതുപോലെ തന്നെ കെസലാഹി പറഞ്ഞു എന്നല്ല, മറിച്ച് ശക്തമായി മുസ്ലിം സമൂഹത്തിൽ നടക്കുന്ന ശിർക്കിനെ വിമർശിക്കുന്നതോടൊപ്പം ഹജ്ജിന് പോയ ഹാജിമാരെ പറ്റി ചോദിക്കുകയാണ്, നിനക്ക് എന്ത് ഹജ്ജാണ്, നിനക്ക് എന്തിനാ ഹജ്ജ് പോയത്? ഹമാക്കത്ത് പിടിച്ചോ എന്നാ പറയണത്. ഹമുക്ക് വിഡ്ഢീന പറയുന്നത്. കേട്ടോളൂ സഹോദരങ്ങളെ. അതൊന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട പല ക്ഷേത്രങ്ങൾക്കും ചുറ്റുമതിൽ കെട്ടിക്കൊടുത്ത ഹാജിയന്മാരെ എനിക്കറിയാം. കേരളത്തിലെ എന്തിനാ ഇവൻ അഞ്ചാമത്തേന് പോയത്? 1, 2, 3 കഴിഞ്ഞ് 5 കഴിഞ്ഞ് ഹാജിയാകാൻ പോയത് എന്തിനാണ് ഈ ഹമാക്കത്ത് പിടിച്ചവൻ ഹജ്ജിന് പോയത്? ഹജ്ജൊക്കെ ചെയ്ത് മടങ്ങി വന്നിട്ട് ചെമ്മാട്ട ഹാജിയമാരെ കോഴിക്കോട് ജില്ലയിലെ ഒരു ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും കഞ്ഞി പാരുന്ന ഹാജിയരെ ഞാൻ കേട്ടിട്ടുണ്ട്. ചെമ്മാട്ടുകാരൻ ഹാജി, മലപ്പുറം ജില്ലക്കാരൻ ഹാജി, ദീനിന്റെ നടുക്കഷ്ണമാണ്. മലപ്പുറം ജില്ല എന്നാണല്ലോ വെപ്പ്. എന്തിനാണ് മനുഷ്യ നീയൊക്കെ പോയത്? ആരാണ് മനുഷ്യ നിനക്ക് ഈ ഫത്വ തന്നത്? മന്ത്രിമാര് പോലും അതിലൊക്കെ അകപ്പെട്ടു പോകുന്നു. ശിർക്കിനെ പ്രണമിച്ചാൽ മാത്രമേ വോട്ട് ലഭിക്കൂ എന്ന് കരുതിയിട്ട് വലിയ വലിയ പൂജാശാലകളുടെ മുന്നാലെ കുറിതൊടാൻ ഇട്ടുകൊടുക്കുന്നു. ആദ്യം അബദ്ധമാണെന്ന് പറയുന്നു, പിന്നെ സുബദ്ധമാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ ആദ്യം സുബദ്ധമാണെന്ന് ന്യായീകരിക്കുന്നു, പിന്നെ അബദ്ധമാണെന്ന് പറയുന്നു, പിന്നെ ആദ്യം സുബദ്ധവുമല്ല അബദ്ധവുമല്ല എന്ന് പറയുന്നു, പിന്നെ അവർ ഫെൽ ഡൗൺ, നാം വിശദീകരിക്കുന്നില്ല. അങ്ങനെ പലരും ഉണ്ടായല്ലോ ഇന്ത്യ ചരിത്രത്തിൽ. എവിടെ തൊട്ടാലും വേണ്ടില്ല, ഒരുത്തന്റെയും നെഞ്ചെന്ന് വക്കാലത്ത് വാങ്ങിയിട്ടല്ല ഇത് പറയുന്നത്. അങ്ങനെയുള്ള ആൾ ദൈവങ്ങളുടെ കാൽക്കൽ പോയിട്ടാണ് എനിക്ക് സമാധാനം ലഭിച്ചതെന്ന് പറയുന്ന മുസ്ലിം മന്ത്രിമാർ കേരളത്തിലുണ്ട്. ആർക്ക് തട്ടിയാലും വേണ്ടില്ല, അള്ളാഹുവിന്റെ കോടതിയിൽ നീ മന്ത്രിയല്ല, അള്ളാഹുവിന്റെ കോടതിയിൽ നീ MLA അല്ല. കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാ മതങ്ങളുടെയും പിന്നാലെ മുസ്ലിമീങ്ങൾ കൊണ്ടുപോയി കാണിക്ക വെക്കും. ആ ദൈവങ്ങളുടെ കാലിനോട് പിന്നിൽ ചുംബിക്കും മനുഷ്യൻ. മൊക്കനയിട്ടവർ കോഴിക്കോട്ടെ മൊക്കനക്കാരികൾ വരെ കഴിഞ്ഞ കൊല്ലം മനോരമ ആഘോഷമാക്കിയില്ലേ? കേരളത്തിലെ പ്രഗത്ഭമായ പത്രങ്ങളിൽ പലരും ആഘോഷമായി പത്രങ്ങളിൽ വാർത്ത വന്നില്ലേ? ഒരാൾ ദൈവത്തെ, ഒരു മുസ്ലിം മുഖമക്കനയിട്ട മുസ്ലിം പെണ്ണ് കാലിന്റെ ചുവട്ടിൽ ചുംബിക്കുന്നു. എന്തേ? ആ പാദം പൂജനീയമാണെന്ന് മനസ്സിലാക്കുന്നു. ആ പാദത്തിന്റെ ചുവട്ടിലാണ് ഉപകാരമുള്ളതും ഉപദ്രവത്തെ തടയുമെന്നതും വിശ്വസിക്കുന്നു. മനുഷ്യന്മാരെ ഫഖദ് അശ്റകത് ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മനുഷ്യരെ, എന്തിനാണ് 5 വഖത്ത് വെറുതെ നിസ്കരിക്കുന്നത്? നിസ്കരിച്ചവർ നരകത്ത് പോയി എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? ഫവൈലുൻ ലിൽ മുസല്ലീൻ. നിസ്കരിച്ച നരകത്തിൽ പോയവരെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടില്ലേ? അല്ലാഹു തആല. അപ്പൊ സഹോദരങ്ങളെ, ഇത് മുസ്ലിം സമുദായത്തിലെ മലപ്പുറം ജില്ലയിലെ കോഴിക്കോടുള്ള, അതുപോലെ മലപ്പുറം ജില്ലയിലുള്ള കോഴിക്കോടുള്ള മുസ്ലിങ്ങളിൽ ഹജ്ജിന് പോയവരെ റഹ്മത്തുള്ളാഹി കാസിമി മുശ്രിക്കാക്കി എന്ന് നാളെ പറഞ്ഞാൽ ഹക്കുമുടി അംഗീകരിക്കുമോ? ഇല്ല. അപ്പൊ എന്താണ്? ശിർക്കിന്റെ ഗൗരവം പറഞ്ഞതാണ്. പക്ഷെ അതൊരൊറ്റ കൊല്ലം പറയാൻ അദ്ദേഹത്തിന് തൗഫീഖ് കിട്ടിയിട്ടുള്ളൂ. അല്ലാഹു തആല ഇനിയും അത് തുടർന്ന് പറയാനുള്ള തൗഫീഖ് കൊടുക്കട്ടെ. ദുനിയാവിലെ നിലനിൽപ്പും ആളുകളുടെ കയ്യടിയും തക്ബീർ ധ്വനികളും മാത്രം ആഗ്രഹിച്ചാൽ ആ പ്ലാറ്റ്ഫോമിൽ കൂടുതൽ കാലമൊന്നും പറയാൻ പറ്റൂല. 1, 2 തവണ
വല്ലാതെ പറഞ്ഞാൽ പുറത്തു പോകേണ്ടി വരും. അപ്പം എന്തായി, തൽക്കാലം അവിടെ ഉറച്ചു നിന്നു, വിഷയങ്ങൾ മാറ്റി പറയാൻ തുടങ്ങി. അത് സ്വതന്ത്രമായി പറയണോ, ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന വേണം. അപ്പൊ സഹോദരങ്ങളെ, ഇത് വസ്തുതയാണ്. ഉമ്മത്തിന്റെ മേൽ നാം വെറുതെ ആരോപിക്കല്ല. കാരണം എന്താ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി തന്നെ പറഞ്ഞതാണ്, ലാ തഖൂമു സാഅ, അന്ത്യനാൾ സംഭവമല്ല, ഹത്താ ഏതുവരെ തൽഹഖ ഖബായിലും മിൻ ഉമ്മത്തി ബിൽ മുശ്രികീൻ വഹത്താ തഅബുദൽ ഔസാൻ. എന്റെ ഉമ്മത്തിൽ നിന്ന് മുശ്രിക്കുകളോട് സാമ്യപ്പെടാതെ ലോകാവസാനം സംഭവമല്ല. ആ 9ാമത്തെ ക്ലിപ്പ് ഒന്നിട്ട് കൊടുക്കുമോനെ, നിങ്ങൾ സ്ക്രീനിലേക്ക് ഒന്ന് നോക്ക് സഹോദരങ്ങളെ. ഒരു ചാണിനപ്പുറം ഖബർ കെട്ടിയെത്താൻ പാടില്ല. ഉയർത്തപ്പെട്ട ഖബറുകൾ നിങ്ങൾ പൊളിച്ചു നീക്കണം. കാരണം ഖബറുകൾ കെട്ടിയുയർത്തുക എന്നത് അത് ജൂതന്റെയും അതുപോലെ ക്രൈസ്തവന്റെയും സംസ്കാരമാണ്. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. ജൂതക്രിസ്ത്യാനികൾ അല്ലാഹു ശപിക്കട്ടെ. കാരണം എന്താണ്, അവര് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവരവർ അമ്പിയാക്കന്മാരുടെ ഖബറുകള് അതുപോലെ തന്നെ സ്വാലിഹീകളുടെ ഖബറുകള് ആരാധനാ കേന്ദ്രങ്ങളാക്കി. നോക്കൂ നിങ്ങൾ, അല്ലാ തദഅത് ഇൻസാനൻ ഇല്ലാ തമസ്തഹു വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു. ഒരു ചാണിനപ്പുറം ഖബർ ഉയർത്താൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ട മരുമകനായ സയ്യിദുനാ അലി തങ്ങളോട് മഖമ്പത്തിന്റെ ദിവസത്തിൽ പറയുകയാണ്, ഓ അലി, ഉയർത്തപ്പെട്ട ഖബറുകളെ നിരപ്പാക്കാതെ വിടരുത് അലിയേ. أن يجسس الخبر وأن يقعد عليه وأن يبنى عليه. قال رسول الله. ഖബറുകൾ കുമ്മായി വിടാൻ പാടില്ല, അതുമ്മ എടുപ്പുണ്ടാക്കാൻ പാടില്ല, അതുമ്മ ഇരിക്കാൻ പാടില്ല. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ സഹോദരങ്ങള് അല്ലാഹു തആലയുടെ മുമ്പിൽ ഇബാദത്തിന് വരുമ്പോൾ ഇല്ലാത്ത ഭക്തിയുണ്ടല്ലോ, ആ ഭക്തിയാണ് ഉയർത്തപ്പെട്ട ഖബറിന്റെ മുമ്പിൽ വരുമ്പോ അതാ ചുണ്ടുകൾ ഇടറുകയാണ്, ഹൃദയം പിടക്കുകയാണ്, കാലുകൾ അതാ വിറക്കുകയാണ്, അതുപോലെ കണ്ണിൽ നിന്ന് കണ്ണീരുകൾ വിട്ടുകയാണ്. അല്ലാഹു തആലയോട് തേടുന്നതിന് പകരം ആ പടപ്പുകളോട് തന്നെ ഹൃദയം തുറന്നുകൊണ്ട് തേടുകയാണ്. അല്ലാഹു തആല പറഞ്ഞില്ലേ, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ആര് റബ്ബിൽ ഭരമേൽപ്പിക്കുന്നു അവൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മതിയായവനാ. അതിനെ പരിഹസിച്ച മുസ്ലിയാരെ അല്ലാഹു തആല കൊടുത്ത കൈവിൽ നിന്ന് അമ്പിയാക്കളോട് ചോദിക്കാം, ഔലിയാക്കളോട് ചോദിക്കാം. അത് ഭാര്യയോട് കഞ്ഞി ചോദിക്കുന്ന പോലെയാണ്, ഡോക്ടറോട് പോയി മരുന്ന് ചോദിക്കുന്ന പോലെയാണ്. അത് ഇതുപോലെയുള്ള സഹായത്തേട്ടമാണെന്ന് പറഞ്ഞ് മനുഷ്യ കൈവിൽ അതീതമായ ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന അഭൗതിക വിശ്വാസമുള്ള ഈ പ്രാർത്ഥനാ മനസ്തുതിയുള്ള ഈ തേട്ടം അല്ലാഹു മാത്രം നൽകുന്നതിൽ നിന്ന് അല്ലാഹുവിന്റെ പടപ്പുകളിലേക്ക് നൽകാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വളച്ചൊടിച്ചവരെ, ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്തവരെ, അതാ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രവചനം ഈ കേരളക്കരയിൽ തന്നെ പുലർന്നിരിക്കുന്നു. ഈ തലപ്പാവുധാരികളെ, നിങ്ങൾ ഈ സമുദായത്തെ എങ്ങോട്ടാ കൊണ്ടുപോണത്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ എന്ത്? ലാ തഖൂമു സാഅ, അന്ത്യനാൾ സംഭവമല്ല. ഏതുവരെ? ഉമ്മത്ത് മുസ്ലിമിൽ നിന്ന് ശിർക്ക് ചെയ്യുന്നവരുണ്ടാകും. ഹത്താ തുഅബദൽ ഔസാൻ, കല്ലുകൾ അവരെ ആരാധിക്കും. കേരളത്തിൽ പാലക്കാട് ജില്ലയിലേക്ക് പോകുമ്പോൾ മണ്ണാർക്കാട് സഹോദരങ്ങളെ എത്തുന്നതിന് മുമ്പ് നാട്ടുകല്ല് വലിയുള്ളാഹി മക്കാം, അവിടെ ഏതാ ഒരു മീസാൻ കല്ല്, അതിനടുത്തതാ നിലവിളക്ക്, ആളുകൾ അതിൽ വരുന്നു, തൊട്ടുമുത്തുന്നു. അവിടെ കഅബൻ തവാഫ് ചെയ്യുന്ന പോലെ ആ കല്ലിനെ തവാഫ് ചെയ്യുന്നു. ചില ആളുകൾ കെട്ടിപ്പിടിച്ച് സങ്കടം പറയുന്നു. അവിടെയുള്ള ആ പുറത്ത് ചവിട്ടരുത് എന്ന് പറഞ്ഞ കല്ലിൽ ആളുകൾ തൊട്ടുമുത്തുന്നു. അവിടെയുള്ള ആ നേർച്ചക്കുറ്റിയില് അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് പൈസ എറിയാത്തവര് അവിടെ യഥാ തവക്കുലാക്കുന്നു. ഇത് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് പഠിപ്പിച്ചതാണോ? ഇതിന് എവിടുന്നാണ് നിങ്ങൾക്ക് തെളിവ് കിട്ടിയത്? ഇത് അല്ലാഹുവിന്റെ കലാമിൽ തെളിവുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്തിൽ തെളിവുണ്ടോ? ഫഖദ് അശ്റകത് ബില്ലാഹ്. ഇത് ശിർക്കല്ലേ മുസ്ലിയാരെ? ഇതിനെ മൂടി വെച്ചിട്ട് ഈ സമുദായത്തിന്റെ മുമ്പിൽ നമ്മൾ ഖുർആനിലൂടെ ആ തൗഹീദിന്റെ മുൻഗാമികളായ ജവാഹന്മാർ ഉയർത്തിപ്പിടുത്ത പ്രമേയം അത് പറഞ്ഞപ്പോ അതിന് മറയിടാൻ അല്ലാഹു തആല മതി എല്ലാത്തിനും. നിങ്ങൾക്കൊരു സംശയമുണ്ട്, അതുകൊണ്ടാണ് അല്ലാഹ് പോരേന്ന് ചോദിച്ചത്. സംശയം ഞമ്മക്കല്ല, നിങ്ങൾക്ക് സംശയമുണ്ട്.
നിങ്ങളെപ്പോലെയുള്ള മുസ്ലിയാക്കന്മാർക്ക് അതിൽ സംശയമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ആ വിഷയത്തിൽ അത് പറഞ്ഞത് എന്ന് വളരെ ഗൗരവത്തോടുകൂടി തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ ഇവിടെ മുസ്ലിയാർ വന്ന് പറഞ്ഞത് നമ്പർ 8 ഇട്ടുള്ളൂ. എന്താണ്? ഇവിടെ ഞാൻ പ്രഭാഷണം നടത്തുമ്പോൾ ഖുർആനിന്റെയും ഹദീസിന്റെയും അതിനെ മനസ്സിലാക്കിയ മുൻഗാമികളുടെയും മാർഗത്തിൽ നിന്നുകൊണ്ടാണ് സുന്നികൾ ഏത് കാര്യവും പറയുന്നതെന്നാ. ഇതിന് എവിടുന്ന സഹോദരങ്ങളെ തെളിവുള്ളത്? ഇത് ഖുർആനിൽ എതിർത്ത കാര്യമാണ്, ഹദീസിൽ എതിർത്ത കാര്യമാണ്. എന്തിനേറെ ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഉമ്മിൽ എതിർത്ത കാര്യമാണ്. എന്തിനേറെ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി എതിർത്ത കാര്യമാണ്. സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഫത്ഹുൽ ബാരിയിൽ വരെ ശക്തമായി ഉയർത്തപ്പെട്ട ഖബറുകൾ പൊളിച്ചു നീക്കൽ ഷാഫി മദ്ഹബുകാരന് നിർബന്ധമാണ് എന്ന് വ്യക്തമായി എഴുതിയ കാര്യമാണ്. എന്നിട്ട് മൂലിയാർ ഇവിടെ വന്നിട്ട് സമൂഹത്തിന് മുമ്പിൽ പറയുന്ന ആ വിരോധാഭാസം എന്താണ്? ഒന്ന് കേട്ടോളൂ നിങ്ങൾ. അപ്പോ സുന്നികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വിശുദ്ധമായ ഖുർആനിന്റെയും ഹദീസിന്റെയും പൂർവികരായ മഹത്തുക്കളായ ആളുകളെ പഠിപ്പിച്ച പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ്. അല്ലാതെ നമ്മളൊന്നും സ്വന്തം ചെയ്യണില്ല, ഒന്നും ചെയ്യണില്ല. ഇവർക്ക് നിഷേധിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ നമുക്ക് ഒരിക്കലും നിഷേധിക്കാൻ പറ്റൂല. എന്ത്? സുന്നികളായ നമ്മള് ഖുർആനിന്റെയും സുന്നത്തിന്റെയും പൂർവികരുടെയും അടിസ്ഥാനത്തിലാണ്. അത് പറഞ്ഞ മുസ്ലിയാര് ആ മുൻഗാമികൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രമാണമാകുന്ന ഖുർആനിൽ നിന്ന് സ്വഹീഹായ ഹദീസിൽ നിന്ന് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ചെയ്ത കാര്യങ്ങളല്ലേ സഹോദരങ്ങൾ ഉദ്ധരിക്കേണ്ടത് ആണ്. എന്നാൽ അദ്ദേഹം ഉദ്ധരിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം, സ്വഹാബത്തിന്റെ വഫാത്തിന് ശേഷം, താബികളുടെ തബഉത്താബികളുടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആ നല്ല സ്വഹാബത്തിന്റെ കാലശേഷം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചില ആളുകൾ അഥവാ ഹദീസുകളിൽ കൃത്യമായി സ്വഹീഹായ സനദിലൂടെ വരാത്ത റിവായത്തുകളിൽ പറഞ്ഞ ചില ആളുകളുടെ പേരുദ്ധരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിൽ ബിലാൽ ബിൻ ഹാരിസ് അൽ മുസ്രി എന്ന സ്വഹാബി വന്നു മഴയ്ക്ക് വേണ്ടി തേടി എന്ന് ഹദീസ് നിദാനശാസ്ത്ര പണ്ഡിതന്മാര് ശക്തമായി ലഈഫായ സനദിലൂടെ വന്ന മുറിഞ്ഞുപോയ സനദാണ്, വെറുക്കപ്പെട്ട സനദാണ്. ആ റിപ്പോർട്ടിൽ വന്ന സൈഫ് എന്ന് പറയുന്ന ആള് സിന്ദീഖാണെന്ന് വരെ പറഞ്ഞിട്ട് ആ ദുർബല തെളിവ് കൊണ്ടാണ് ഇവിടെ ഈ ആളെന്ത് ചെയ്ത് ശിർക്ക് സ്ഥാപിക്കാൻ ശ്രമിച്ചത്. ഇപ്പൊ പറഞ്ഞതല്ല, ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും മുൻഗാമികൾ പറഞ്ഞതാണ് ഞങ്ങൾ ഉദ്ധരിക്കുക, ഒരു സംശയവും വേണ്ട. എന്നാൽ എന്തായിരുന്നു ഒരു ആയത്ത് ഉദ്ധരിക്കാതിരുന്ന്, ഒരു ഹദീസ് ഉദ്ധരിക്കാതിരുന്ന്? എന്റെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബിൽ ഉദ്ധരിക്കാതിരുന്നത്? എവിടെ പോയി ആ തെളിവ്? അപ്പൊ പിൽക്കാലത്ത് ദുർബലമായ ഒരു റിപ്പോർട്ടും അതും ഒരു സ്വപ്നക്കഥ, അതും ഒരു സ്വഹാബിയുടെ പേരിൽ ഒറ്റപ്പെട്ട ഒരു അഭിപ്രായം, അത് ദീനിൽ തെളിവേയല്ല. അതിന് അഹ്ലുസുന്നത്തി പണ്ഡിതന്മാർ എതിർത്തിട്ടുണ്ട്. എന്നിട്ട് ആ നോണ, ആ ഒരു ദുർബലമായ കളവ് ഇസ്തിഹാസയ്ക്ക് വേണ്ടി അള്ളാഹുവിന്റെ റസൂലിനോട് വഫാത്തിന് ശേഷം സ്വഹാബത്ത് തേടി എന്ന് പറയാൻ തെളിവില്ല. അപ്പൊ ഈ ഒരു ദുർബല തെളിവ് കൊണ്ടുവന്നു. 1. 2, ആ തെളിവ് ഇമാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ കിതാബിൽ ഉദ്ധരിച്ചു എന്ന് പറഞ്ഞു. കിതാബിന്റെ പേര് ആ അവസാനിക്കണ വരെ മുസ്ലിയാർ പറഞ്ഞില്ല, പേടിയുണ്ട്. എന്താ പറഞ്ഞാൽ അതിലില്ല, അതിലങ്ങനെ ഉള്ളത് ഇവരെ എതിർക്കാൻ വേണ്ടി, വിമർശിക്കാൻ വേണ്ടി, മറുപടിക്ക് വേണ്ടി എടുത്തു കൊടുത്ത ഭാഗമാണ്. ഈ കള്ളക്കഥ ഇങ്ങനെ പല കിതാബുകളിൽ വന്നിട്ടുണ്ട്, ചരിത്രത്തിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇബ്നു തൈമിയ കൊടുത്ത കാര്യം അദ്ദേഹത്തിന്റെ കിതാബിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. എന്നിട്ടോ ആ കിതാബിൽ ഉദ്ധരിച്ചിട്ട് ഇബ്നു തൈമിയ പറഞ്ഞിട്ടുണ്ട് ഖബറിന്റെ അടുത്ത് പോകാൻ, ആ ഖബറിന്റെ അടുത്ത് ബർക്കത്തുകൾ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെ സക്കീനത്തുണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു ഔലിയന്റെ ഖബർ ഭാഗത്തുണ്ടെങ്കിൽ ആ പ്രദേശത്തുള്ള ആൾക്കാർക്കൊക്കെ അതിന്റെ പേരിൽ ബർക്കത്ത് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ കിതാബിന്റെ പേര് പോലും പറയാതെ വമ്പിച്ചൊരു തിരുമറി ഇവിടെ മുസ്തഫ ഷഫീഖ് കക്കുംപടി നടത്തി. ഇതൊക്കെ അവിടെ പോയി സമൂഹത്തിന് മുമ്പിൽ കേൾപ്പിക്കുന്നുള്ളത് മൂപ്പർക്ക് അറിയാം. അതുകൊണ്ട് മൂപ്പന്റെ സ്വാധീനത്തിലൂടെയാണോ ഇനി ഇത് നടത്തിയത് അല്ലാഹു അല. ഏതായാലും മുടക്കിയ ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ആ സമൂഹത്തിന് കിട്ടേണ്ട വലിയൊരു വെളിച്ചം നഷ്ടപ്പെടുത്തിയ ആളുകൾ അള്ളാഹുവെ അറിവില്ലായ്മ കൊണ്ടാണ് ആ ജനതയ്ക്ക് നീ പുറത്തു കൊടുക്കുക. നമ്മൾ പ്രാർത്ഥിക്കണവർക്ക് വേണ്ടി. എന്നല്ലെങ്കിൽ നാളെ ഇൻഷാ അല്ലാഹ് ഇത് നമുക്കവിടെ പറയാം. അതുകൊണ്ട് അദ്ദേഹം ഉന്നയിച്ച ആ ഏറ്റവും വലിയ ദുർവ്യാഖ്യാനം ഇബ്നു തൈമിയയുടെ കിതാബിന്റെ പേര് പോലും പറയില്ല. ഇൻഷാ അല്ലാഹ് ആ കിതാബിന്റെ പേര് ഞാൻ പറയാം, അതിലെന്താ പറഞ്ഞത് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. എന്നിട്ട് മൂപ്പര് ആ കിതാബ് ഇവിടെ കൊണ്ടുവന്ന് വായിക്കട്ടെ. وَأَعْرِفُ مِنْ هَذَا وَقَائِعٌ
അത്തരത്തിലുള്ള ധാരാളം സംഭവങ്ങൾ എത്തരത്തിലുള്ള റസൂലുള്ളാഹിന്റെ ഖബറിൽ പോയിട്ട് മഹാന്മാരെ ഖബറിൽ പോയിട്ട് സഹായം കിട്ടിയ ധാരാളം സംഭവങ്ങളുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് കേട്ടോളൂ, വകദാലിക സുആലു ബഅദിഹിം ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔ ലിഗൈരിഹി മിൻ ഉമ്മത്തിഹി ഹാജത്തൻ ഫതുഖ്ലാ ലഹു വഇന്ന ഹാദാ ഖദ് വഖഅ കസീറാ. നിങ്ങളുടെ നേതാവ് പറയാണ്, റസൂലുള്ളാഹിന്റെ ഖബറിൽ പോയിട്ട് ഔലിയാക്കളെ ഖബറിൽ പോയിട്ട് ഇങ്ങനെ ഉത്തരം കിട്ടിയ സംഭവങ്ങൾ ഖദ് വഖഅ കസീറാ, ധാരാളം സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ മൗലവി എന്തേ പറഞ്ഞത്? അങ്ങനെ സംഭവിക്കൂല, അങ്ങനെ ചെയ്യാൻ കഴിയില്ല. നിങ്ങളെ നേതാവ് പറയാണ്, നിങ്ങൾ ഏറ്റവും വലിയ നേതാവ്, ഇതിന്റെ അപ്പുറം നിങ്ങൾക്കൊരു നേതാവില്ലല്ലോ, ഇതിന്റെ അപ്പുറം പറയാൻ ഒരാളില്ലല്ലോ, ചൂണ്ടിക്കാണിക്കാൻ ഒരാളില്ലല്ലോ. നാളെ പറയാൻ ധൈര്യമുണ്ടോ ഈ നേതാവ് കാഫിറായി പോയി, ഈ നേതാവ് മുശ്രിക്കായി പോയി? പറയാൻ ധൈര്യമുണ്ടോ? അറബി വായിക്കാൻ അറിയുന്ന വല്ലവരുണ്ടെങ്കിൽ സഹോദര കടന്നുവാ. നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതല്ലേ, നിങ്ങളെ വസ്വാസരാക്കിയതല്ലേ, നിങ്ങൾ പാവങ്ങളല്ലേ, അറിയാതെ പെട്ടുപോയതല്ലേ. ഇനിയും കഴിഞ്ഞില്ല. അദ്ദേഹം പറയുന്നു, വകദാലിക മാ യുദ്കറു മിനൽ കറാമാത് വഖവാരിക്കൽ ആദാത് അല്ലതി തുജദു ഇൻദ ഖുബൂരിൽ അംബിയാഇ വസ്സാലിഹീൻ മിസ്ൽ നുസൂലിൽ അൻവാരി വൽ മലായികത്തി ഇൻദഹാ. അംബിയാക്കൾ ഔലിയാക്കളെ ഖബറിനെ സമാധാനം ഇറങ്ങും, പ്രകാശം ഇറങ്ങും. ഔലിയാക്കളെ ഖബറിൽ പോയാ എന്ത് കിട്ടും? മനസ്സിന് സമാധാനം കിട്ടും. പറയുന്നത് ആരാ? നിങ്ങളെ നേതാവ്. കഴിഞ്ഞില്ല, കേട്ടോളോ. അവിടെ തീകളെ തൊട്ട് പ്രതിരോധമുണ്ടാകും. ഒരു മഹാന്റെ ഖബർ നാട്ടിലുണ്ടെങ്കിൽ ചുറ്റുഭാഗത്തുള്ള ആളുകൾക്ക് ഈ മഹാൻ കാരണമായിക്കൊണ്ട് ഷഫാഅത്ത് ലഭിക്കും. മഹാന്മാരെ ഖബറിൽ പോയാൽ മനസ്സിന് സമാധാനം കിട്ടും. മഹാന്മാരെ ആക്ഷേപിച്ചവർ, മഹാന്മാരെ പരിഹസിച്ചവർ, അവർക്ക് അദാബിറങ്ങും, അവർക്ക് അദാബിറങ്ങും. ഇത് സുന്നികൾ പറഞ്ഞതല്ല. എന്നിട്ട് നിങ്ങളെ നേതാവ് പറയാണ്, ഇതൊക്കെ സത്യമാണ്, ഇതൊക്കെ ഹക്കാണ്, നിഷേധിക്കല്ല. സ്വന്തം നേതാവിന്റെ കിതാബ് എന്റെ കയ്യിലുള്ളത് നിഷേധിക്കാൻ തരുണ്ടോ? എന്നിട്ട് വാ, എന്നിട്ട് പറയാൻ. എന്തിനാണ് ഈ സമുദായത്തെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? എന്തിനാണ് ഈ സമുദായത്തെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ആ ഇബ്നു തൈമിയ്യന്റെ കിതാബിന്റെ പേര് പോലും പറയാൻ ധൈര്യമില്ലാത്ത ആളാണ് നമ്മളോട് ചോദിക്കുന്നത്. സഹോദരങ്ങളെ, ആ നാട്ടിൽ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആലയ്ക്ക് പുറമെയുള്ള ആളുകളെ അവലംബിച്ചുകൊണ്ട് നടത്തുന്ന നേർച്ചകൾ, ഉറൂസുകൾ, തവക്കുലുകൾ, സത്യം ചെയ്യലുകൾ, ഉറുക്കിക്കെട്ടൽ, അതുപോലെ തന്നെയുള്ള ആളുകളുടെ ഈ ശിർക്കൻ പ്രവർത്തനങ്ങൾ മുഴുവനും അതിശക്തമായി വിമർശിച്ചുകൊണ്ട് ഇബ്നു തൈമിയ്യ എഴുതിയ കിതാബാണ് ഇഖ്തിലാഉസ് സിറാത്തുൽ മുസ്തഖീം. ആ കിതാബിന്റെ പേര് ഒരു മൂല്യർ പറയില്ല. എന്താ? അത് പറഞ്ഞാൽ പെടുന്നു മൂപ്പർക്കറിയാം. എന്നിട്ട് നിങ്ങൾ നേതാവിന്റെ കിതാബാണ്, നിങ്ങൾ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഖണ്ഡിക്കാൻ? അപ്പൊ ഇവര് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണെന്ന് പറഞ്ഞിറക്കുന്ന ഈ കാര്യങ്ങളൊക്കെ അംഗീകരിച്ച ആളാണ് ഇബ്നു തൈമിയ്യ എങ്കിൽ നബിനെന്തിനാ മുശ്രിക്കിന്റെ ലിസ്റ്റ് അയാളപ്പെടുത്തുന്നത്? ഖവാരിജിനെ ഒഴിവാക്കിക്കൊടുന്ന അങ്ങനെ ഉണ്ടാവും. ഇവരെന്നെ പറയാ എന്ത്? വഹാബിസത്തിന്റെ നേതാവാണ് ഇബ്നു തൈമിയ്യ. ഇനി ഇതിനേക്കാൾ വലിയ നേതാവ് ഓൽക്കില്ല. നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ച സഹാബത്താണ്, താബിഈകളാണ്, തബഉ താബിഈകളാണ്. അതാണ് ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഖുർആനിനും സ്വഹീഹ ഹദീസിനും മുൻഗാമികളുടെ ഇജ്മാ ഖിയാസിനും യോജിച്ചൊരു കാര്യം പറഞ്ഞാൽ അത് നമ്മൾ സ്വീകരിക്കും. മഹാന്മാരെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞാലോ അത് സ്വീകരിക്കും. അതാണ് ഇബ്നു തൈമിയ്യയും അഹ്മദ് ബിൻ ഹംബലും ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയും ഷാഫി ഇമാമും പോലെയുള്ള എല്ലാ മഹാന്മാരും പഠിപ്പിച്ചത്. അല്ലാതെ അന്ധമായി അവരെ തഖ്ലീദ് ചെയ്യണമെന്ന് ആരും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആത്യന്തികമായ തീരുമാനം ഇബ്നു തൈമിയ്യയുടെ കിതാബിലുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇബ്നു തൈമിയ്യയിലേക്ക് വരൂ, മുഹമ്മദ് അബ്ദുൽ വഹാബിലേക്ക് വരൂ, 921 മടങ്ങൂ. എവിടെയും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഇല്ലാത്ത നുണ പറയാം. അപ്പൊ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ കിതാബിൽ ഈ പറഞ്ഞ സകല ഖുറാഫാത്തുകളെയും ശക്തമായി എണ്ണി വിമർശിച്ചത് ഇനി എടുത്തുദ്ധരിച്ചിട്ട് എന്ത് ചെയ്യാണ്? വിമർശിക്കാൻ വേണ്ടിയിട്ട് എടുത്തു പറഞ്ഞ കാര്യങ്ങൾ. ഏത്? ചില ക്ഷേത്രങ്ങളിൽ പോയിട്ട് നേർച്ച കൊടുത്ത് കുട്ടീനായ കഥ പറയണ്ടതില്
ജാറങ്ങളിൽ പോയിട്ട് കുട്ടികളുണ്ടായിട്ട് പിന്നെ അവിടെ പോയി തുലാഭാരം നടത്തിയ കഥ പറയുന്നതില്, ഖബറിന്റെ അടുത്ത് വന്നിട്ട് തലയിലൂടെ മണ്ണ് വാരിയിട്ടിട്ട് പാറ്റുപാടി അത്തബിയുടെ കഥ പറയുന്നതില്, ഇങ്ങനെ എല്ലാ കഥകളും ഉദ്ധരിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ എന്താണ്? ഓലൊക്കെ വിളിച്ച് തേടാന്ന അല്ല. എന്നിട്ട് പറയാണെന്ത്? വകുല്ലു ഹാദാ ലാ യഖതതി ഇസ്തിബാബു സല്ലാ ഔ ഖസദ ദുആഇ അബിൻസുബി ഇൻദഹാ. ഈ രൂപത്തിൽ മഹാന്മാരായ സ്വാലിഹികളുടെ ഖബറ്, ആ ഖബർ അല്ലാഹു ആദരിച്ചതിന് സംശയമില്ല. മഹാന്മാരെ ആദരിക്കണം, അല്ലാഹു തആല തൃപ്തിപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ അവിടെ ചിലപ്പോൾ ഖവാരിഖുല്ലാദാത്തുകള്, അതുപോലെ തന്നെയുള്ള ചില അരബിന് ചില ആ രൂപത്തിലുള്ള സക്കീനത്തുകൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ ഇറക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചില പ്രത്യേകതകൾ ആ ഖബറിന് അല്ലാഹു മഹാന്മാർക്ക് മരണശേഷവും നിശ്ചയിച്ചിട്ടുണ്ടാകാം. അങ്ങനത്തെ ചില പ്രത്യേകതകൾക്ക് അവിടെ ഉണ്ടാകാം. എന്നാൽ അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പോയി ആ ഖബറാളിയോട് തേടാൻ പാടില്ല. അദ്ദേഹം പറയാണ് അവിടെ പോയിട്ട് പ്രത്യേകം നിസ്കരിക്കാൻ പാടില്ല, അവിടെ വെച്ചുകൊണ്ട് ആ ഖബറാളിയോട് ദുആ ചെയ്യാൻ പാടില്ല. പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു കർമ്മം എന്ന് പറഞ്ഞാൽ ഒരു തുണി നേർച്ചാക്കിയാലും അത് തെറ്റായി. അവിടെ ഉറുക്ക് വാങ്ങുക, അവിടെ നിന്ന് എണ്ണ കുടിക്കുക, ശരീരത്തിൽ പുരട്ടുക, ഇതെല്ലാം ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തനങ്ങളാണ്. അത് ശിർക്ക്, ബിദ്അത്ത്, ഖുറാഫാത്തുകളാണ്. എന്നിട്ട് പറയാണെന്ത്? ഇഅ്തിഖാദിൽ മുബ്തദിഈന ഇസ്തിഹ്ബാബു ദുആഇ ഇൻദ ഖുബൂരി വജഅലഹാ തുഖസിദ്. ഈ ഖബറിന്റെ അരികിൽ നിന്ന് ഉത്തരം കിട്ടുമെന്ന് വിശ്വാസം ബാത്തിലാണ്. അഥവാ അത് ഇഅ്തിഖാദിന്റെ ആളുകളാണ്, ഷിയാക്കളുടെ വിശ്വാസമാണ്. അതാണ് ഇബ്നു തൈമിയ്യ പറയുന്നത്. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് അതിന്റെ മുമ്പ് ഇവർ പറയുന്ന വാദങ്ങൾ ഉദ്ധരിച്ചത് എടുത്തിട്ട് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ ഇബ്നു തൈമിയ്യയുടെ കിതാബ് വായിക്കാൻ? എന്താ മുസ്ലിയാരെ അത് കഥ? നിങ്ങൾ എന്താ പറയുക? ഖുർആനും സുന്നത്തും സഹാബത്തിന്റെ മാർഗത്തിൽ ഞങ്ങൾ പറയുന്നത് ഒരു ഇബ്നു തൈമിയ്യയുടെ കിതാബ് ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണെങ്കിൽ സഹോദരൻ അള്ളാന്റെ കലാം ഇവർ എത്ര ദുർവ്യാഖ്യാനം ചെയ്യും? അതുകൊണ്ടാണല്ലോ കിതാബുൽ അഖീദ 5ാം ക്ലാസ്സിലേക്ക് സമസ്ത കേരള ജംഇയ്യത്ത് മദ്ഹബിന്റെ മതവിദ്യാഭ്യാസ ബോർഡ് പുറത്തിറക്കിയതാണ്. സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ സഹോദരന്മാര്, ഇന്നല്ലെങ്കിൽ നാളെ ഇത് കേൾക്കുന്നവരുണ്ടോ? ഉമ്മമാരെ, എന്റെ സഹോദരികളെ, പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിനെ സ്നേഹിക്കുന്നവര്, നിങ്ങൾ ഗൗരവത്തോടുകൂടി ചിന്തിച്ചോളൂ. കിതാബുൽ അഖീദ 5ാം ക്ലാസ്സിലേക്ക് നിങ്ങളെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന ബുക്കാണ്. ഈ പുസ്തകത്തിൽ ഇവരിതാ പഠിപ്പിക്കുന്നു ഇൽമുൽ ഗൈബ്, അദൃശ്യജ്ഞാനം എന്നൊരു അധ്യായം. ഈ അദൃശ്യജ്ഞാനം എന്ന അധ്യായത്തില് എന്ത് പറയാണ്? ഇതിലിങ്ങനെ പറഞ്ഞു പോരുക, സ്വാലിഹീങ്ങള്, നബിമാരിൽ നിന്നും സ്വാലിഹീങ്ങളിൽ നിന്നും ഒക്കെ അത്ഭുത സംഭവങ്ങൾ ഉണ്ടാകും. അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പിന്നെ എന്നെ പരാമർശിച്ചുകൊണ്ട് ഒരു കാര്യം പറഞ്ഞതിന് ശേഷം പിന്നെ ലാസ്റ്റ് പറയാണെന്ത് കാലല്ലാഹു നബിമാര് എന്താ പറയുന്നത്? നബിമാരുടെ ചര്യയിൽ പിൻപറ്റി ജീവിച്ച ഔലിയാക്കൾക്കും ഗൈബിയായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ കറാമത്തുകളിൽ പെട്ടതായിരുന്നു എന്ന് പറയുന്നത്. കാലല്ലാഹു തആല, ഏത് ഗൈബ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ മാത്രം അധിഷ്ഠിതമായ ഒരു കാര്യമാണ്. ആലിമുൽ ഗൈബ് ഫലാ യുദ്റു അലാ ഗൈബിഹി അഹദാ. അതേപോലെ തന്നെ അല്ലാഹു തആല അനവധി ഖുർആനിന്റെ ആയത്തുകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഇത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ് ഗൈബിന്റെ ഉടമസ്ഥൻ. അത് അല്ലാഹു അറിയിച്ചു കൊടുക്കുന്ന അമ്പിയാക്കന്മാർക്ക്, അള്ളാഹ് തെരഞ്ഞെടുക്കുന്ന റസൂലുമാർക്ക് അല്ലാഹു എന്തെങ്കിലും അറിയിച്ചു കൊടുക്കുമ്പോൾ അവരറിയും. അതെന്നെ അമ്പിയാക്കന്മാർക്ക് എല്ലാവർക്കും ഒന്നില്ല. അല്ലാഹു തആല അറിയിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ച ആ അമ്പിയാക്കന്മാർ അറിയിച്ചു കൊടുക്കുമ്പോൾ അറിയും എന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞതാണ്. എന്നാൽ അവിടെ അള്ളാഹുവിന്റെ സ്വാലിഹ്യങ്ങൾക്ക്, ഔലിയാക്കൾക്ക് ഗൈബ് അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുന്ന ഖുർആനിലില്ല. കാരണം എന്താ? ഖുർആനിലുള്ളത് ഖാലല്ലാഹു തആല. ഇവർ പറയാണ് ആലിമുൽ ഗൈബ് ഫലാ യുദ്റു അലാ ഗൈബിഹി അഹദാ ഇല്ലാ മൻ ഇർത്തലാ മിർ റസൂൽ എന്നുണ്ട്. ബാക്കി മിർ റസൂലാണ് കട്ട് ചെയ്തു. ഇല്ലാ മൻ ഇർത്തലാ അവിടെ നിർത്തി. എന്നിട്ട് ബ്രാക്കറ്റ് ഇട്ട് സൂറത്തുൽ ജിന്ന് 26 എന്നും പറഞ്ഞു കൊടുത്ത്. 26ാമത്തെ ആയത്ത് സത്യത്തിൽ എവിടെ അവസാനിച്ചു? ആലിമുൽ ഗൈബി ഫലാ യുദ്റു അലാ ഗൈബിഹി അഹദാ 26ാമത്തെ ആയത്ത്. പിന്നെ 27 ഇല്ലാ മൻ ഇർത്തലാ മിർ റസൂൽ ഫയസ്ലുഖു മിൻ ബൈന യദൈഹി വമിൻ ഖൽഫിഹി റസദാ 27ാമത്തെ ആയത്ത്. അപ്പൊ 27ാമത്തെ ആയത്തിന്റെ ഇല്ലാ മൻ ഇർത്തലാ എന്ന കഷ്ണം 26ാമത്തെ ആയത്തിന് മുന്നിക്ക് കൊടുത്തിട്ട് അവിടെ സ്റ്റോപ്പാക്കിയിട്ട് സൂറത്ത് ജിൻ 26 എന്ന് കൊടുത്തു. എന്തൊക്കെ തട്ടിപ്പ്! ഒന്ന്, ആയത്തിന്റെ ബാക്കി ഭാഗം ഓതിയ കള്ളിപൊളി. അറിവ് എന്താണ് ആയത്തുള്ളത്? ആലിമുൽ ഗൈബ് ഫലാ യുദ്റു അലാ ഗൈബിഹി അഹദാ, അവൻ അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവനാകുന്നു. എന്നാൽ തന്റെ അദൃശ്യ കാര്യങ്ങൾ അവൻ
ഒരിക്കലും ഒരാൾക്കും വെളിപ്പെടുത്തി കൊടുക്കൂല ഇല്ലാ മനിത്തലാമിർ റസൂലിൻ, അവൻ ഇഷ്ടപ്പെട്ട റസൂലിനല്ലാതെ. ഇനി അത് റസൂൽമാർക്ക് ഇറക്കി കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കുക? അപ്പൊ തീർച്ചയായും അള്ളാഹു ആ റസൂലിന്റെ മുമ്പിലും പിമ്പിലും പാറാവുകാരായ മലക്കുകൾ ഏർപ്പെടുത്തും ആ വഹീൻ ഇറക്കുമ്പോൾ. അത് പിശാചുക്കൾ തട്ടിയെടുക്കാതിരിക്കാൻ അള്ള ശക്തമായ മതിൽക്കെട്ടുകളിലൂടെ മലക്കുകൾ ഇറക്കി കൊടുത്തിട്ട് അതിന് കൊടുക്കലാണ്. അപ്പൊ ഇത് അള്ളാഹു തെരഞ്ഞെടുത്ത റസൂലിൽ ഖാസാണ്. അമ്പിയാക്കൾ എല്ലാവർക്കും ഇല്ല, റസൂൽമാരിൽ ഖാസാണ്. എന്നിട്ട് അതിനെന്ത് ചെയ്തു? ഔലിയാക്കൾക്കും അറിയുമെന്ന് ആമുഖത്തിൽ പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നു എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്ത് ഈ ഖുർആനിലെ സൂറത്ത് ജിന്നിൽ 26, 27 ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചു. ഇതാരെ പണിയാ? എന്തിനാണ് ഈ പണികൾ ചെയ്തത്? ഇത് ഇവിടെ നിങ്ങൾ പറയണ്ടല്ലോ നിങ്ങളെ വിസ്ഡം ഗ്രൂപ്പാണ്. അതന്നെ ഞങ്ങൾക്ക് പറയുന്നത് നിങ്ങളെ പാഠപുസ്തകമാണ്, സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകമാണ്. ഏൽപ്പിക്കാര പുസ്തകം എടുത്തിട്ട് വായിച്ചാൽ ഞങ്ങൾക്ക് സ്വീകാര്യമില്ല നിങ്ങൾക്ക് പറയാൻ പറ്റൂല. നിങ്ങൾ പ്രവർത്തിച്ച ശൈലി അനുസരിച്ച് ഞങ്ങൾക്ക് തീരെ പറയാൻ പറ്റൂല. അപ്പൊ സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ എന്ത് ചെയ്തു? ഈ സൂറത്ത് ജിന്നിലെ ആയത്ത് കട്ടു. ഇനി അപ്പൊ അതിന്ന് അവിടെ ഇങ്ങനെ ബ്രാക്കറ്റിൽ കൊടുത്തതുകൊണ്ട് അവിടെ ആയത്ത് മുറിച്ചു എന്ന് പറയാൻ പറ്റുമോ എന്നിനി നാളെ ദുർവ്യാഖ്യാനിക്കാണ്ട. തദ്രീബാത്ത് അടുത്ത പേജ് 21, അതില് അഭ്യാസം, അതിൽ പൂരിപ്പിച്ച് പിന്നെ ഉത്തരം എഴുതുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് മൂന്നാമത്തെ ചോദ്യം എന്താ? ആലിമുൽ ഗൈബ് ഡാഷ് ഇല്ലാ മനിത്തല ആണോ? ഇല്ലാ മനിത്തല അവിടെ വട്ടപ്പൂജ ഇട്ടു. ഇത് തജ്വീദിന്റെ നിയമം അറിയുന്നവർക്ക് അറിയാം. ഈ വട്ടപ്പൂജ ഇട്ട് കഴിഞ്ഞാൽ റംസുൽ വഖഫ് എന്നാ പറയാം. ആയത്ത് അവസാനിച്ചെങ്കിലേ ഈ വട്ടപ്പൂജ ഇടാൻ പാടുള്ളൂ. ഇവിടെ ആയത്ത് അവസാനിച്ചോ? ഡാഷ് ഇല്ലാ മനിത്തല എന്ന് പറഞ്ഞിട്ട് എന്തേ മിർ റസൂൽ എന്ന് കട്ട് ചെയ്തേ. അപ്പൊ അത് കട്ട് ചെയ്തില്ലെങ്കിൽ ഇവരാശയം അവർക്ക് സ്ഥാപിക്കാൻ പറ്റൂല. അപ്പൊ അള്ളാഹിന്റെ ഖുർആൻ പച്ചക്ക് വെട്ടിമുറിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത ആളുകളാണ് ഇവിടെ വന്നിട്ട് സുന്നത്യമായിട്ട് ചമഞ്ഞത് എന്ന സത്യം എന്റെ സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കണം. ഒന്ന്. ഇനി രണ്ട്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അത്തബിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ കഥയെ സംബന്ധിച്ച് വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കണം. എന്ത്? ഈ സ്വപ്നം കണ്ട ആള് സ്വഹാബികളിൽ ഒരാളായ ബിലാൽ ബിൻ ഹാരിസിൽ മുസ്ലിയാണ് എന്ന് ഫുതൂഹ് എന്ന ഗ്രന്ഥത്തിൽ സൈഫ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഫതുൽ ബാരി 2-ാം വാള്യം 496 ഉദ്ധരിച്ചതാണ്. ഇങ്ങനെ ഒരു കഥ ഇബ്നു ഹജർ അസ്കലാനി റഹ്മത്തുള്ളാഹി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ കഥ അവലംബമാക്കി അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുത്ത് പോകാനോ വിഷമം വന്നാലും അല്ലാത്ത സമയത്തൊക്കെ റസൂലുള്ളാഹി സമയത്ത് തവസ്സുലാക്കി അള്ളാഹുവിലേക്ക് അടുക്കാനോ ഒരിക്കലും ഇബ്നു ഹജർ അസ്കലാനി പറഞ്ഞിട്ടില്ല, ഫതുൽ ബാരിയിൽ പറഞ്ഞിട്ടില്ല. ഇതൊരു ചരിത്ര കഥയെ കിട്ടിയപ്പോൾ അത് കൊടുത്തു എന്നതിനപ്പുറം ഒന്നുമില്ല. എന്നാൽ ഈ കഥയെ അവലംബിച്ച് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകൾ പറയുന്നത് കേട്ടോളൂ. ഈ ഇഅ്തിദാലിൽ ഇമാം ദഹബി തങ്ങൾ തന്നെ വ്യക്തമായി പറയുന്നു. എന്താ പറയുന്നത്? സൈഫിനെ സംബന്ധിച്ച് സൈഫ് ബലഹീനനാണ്, മാത്രമല്ല ഇയാള് ഒരു പൈസയുടെ അത്ര പോലും വരല്ലാത്ത മനുഷ്യനാണ്. ഏത്? ഈ ഹദീസ് ഉദ്ധരിച്ച റസൂലിന്റെ ഖബറിന്റെ അടുത്ത് വന്ന് ഒരാൾ മഴയ്ക്ക് വേണ്ടി നബിനോട് തേടിയിരുന്നു, എന്നിട്ട് സ്വപ്നം കണ്ടപ്പോൾ അവസാനം ഉമർലാന്റെ അടുത്ത് പോയി എന്നൊക്കെ പറഞ്ഞ കഥ ഉണ്ടല്ലോ. ഇത് 10 ഒരു പൈസക്ക് പോലും വരല്ലാത്ത സൈഫ് ഉദ്ധരിച്ചതാണ്. അബൂദാവൂദ് ഇമാം റഹ്മഹുള്ള പറയാണ്, വലൈസ ബിശൈ, ഈ സൈഫ് പറയപ്പെടുന്ന ആള് പാടില്ലാത്ത വ്യക്തിയാണ്. ഏത്? പറയപ്പെടാൻ പാടില്ലാത്ത വ്യക്തിയാണ്. ഹദീസിൽ ഉദ്ധരിക്കാൻ തന്നെ പാടില്ല. അബൂ ഹാത്തിം പറയുന്നു മത്രൂക്ക്, തള്ളപ്പെടേണ്ട ആളാണ് ഈ സൈഫ്. ഇബ്നു ഹിബ്ബാൻ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഹദീസ് പണ്ഡിതന്മാരുടെ പേരായി പറയുന്നത്, അല്ലാതെ KNM-ന്റെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരല്ല. ഓരാണ് ഈ പറയണമെങ്കിൽ പോയി പണിയൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഇത് അഹ്ലു സുന്നയുടെ ഹദീസ് പണ്ഡിതന്മാരാണ്. ഇബ്നു അദീ പറയുന്നു വഅാമത്തുൻ ഹദീസ് മുൻകർ, അദ്ദേഹത്തിന്റെ അധിക റിപ്പോർട്ടുകൾ നിഷേധാർഹമാണ്. ഇബ്നു ഹിബ്ബാൻ പറയുന്നു അഹ്മു ബിസ്ബിൻ സിന്ദീഖ്, ഇയാൾ മതനിഷേധിയാണ്, സംശയിക്കപ്പെടുന്ന ആളാണ്. മഖ്ഹൂൽ പറയുന്നതോ ബിളൈഫിൻ ഹദീസ് വഖദ് അഹമ്മ ബിസിന്ദീഖ്, ഹദീസുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന മതനിഷേധിയാണ്. ഇങ്ങനത്തെ റിപ്പോർട്ട് കൊണ്ടുവന്നിട്ട് അത് ബിലാൽ ബിൻ ഹാരിസ് മുസ്ലിയാന്ന് പറഞ്ഞ സ്വഹാബിന്റെ മേത്ത് വെച്ചിട്ട് ഈ കള്ളക്കഥ സ്ഥാപിക്കുക. എന്നിട്ട് ഇബ്നു തൈമിന്റെ കിതാബിന്റെ പേര് പറയാതെ ഇബ്നു തൈമി അംഗീകരിച്ചെന്നും പറയും. എന്തൊക്കെ നുണയാണ് ഇവിടെ മുസ്ലിയാർ ചെയ്തു കൂട്ടിയത്. അല്ലാഹു തആല ഉമ്മത്തിനെ ഈ പുരോഹിതന്മാരുടെ കരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇനി മഴയ്ക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്താ? സ്വലാത്തുൽ ഇസ്തിസ്ഖാ, മഴയ്ക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന പഠിപ്പിച്ചു അല്ലേ? ഒരു നമസ്കാരം തന്നെ പഠിപ്പിച്ചു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു കാലത്ത് മഴയ്ക്ക് ക്ഷാമമുണ്ടായപ്പോൾ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു കുടുംബ പരമ്പരയിലെ പ്രഗൽഭ സ്വഹാബിയെ ഇമാമ് നിർത്തി അല്ലാഹു തആലയോട് മഴ ചോദിച്ചു. അതാണ് ഖുർആൻ പറഞ്ഞത്. എന്ത്?
വഖുൽ ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടി അല്ലാഹു നിങ്ങൾക്ക് സമൃദ്ധമായ മഴ തരും. അല്ലാഹു നിങ്ങൾക്ക് സമൃദ്ധമായ മഴ തരും. അതാണ് നിങ്ങൾ പിന്നെ ചെയ്യേണ്ടത്. അതുകൊണ്ട് അള്ളാഹിനോടാണ് മഴയ്ക്ക് വേണ്ടി തേടേണ്ടത്, അല്ലേ? വെള്ളിയാഴ്ച ഖുതുബ നിർവഹിക്കുമ്പോൾ മഴയില്ല നബിയേ എന്നും പറഞ്ഞ ഒരാൾ വന്നു. അള്ളാഹിന്റെ ഹബീബ് എന്താ പറഞ്ഞത്? ആകാശത്തെ കരങ്ങൾ ഉയർത്തി അള്ളാഹിനോട് ദുആ ചെയ്തു, അല്ലേ? അല്ല, ഞാൻ വഫാത്തായിട്ട് എന്റെ ഖബറിനെടുത്ത് വന്നോളീന. സ്വഹാബികൾ ആരെങ്കിലും അങ്ങനെ ചെയ്തോ? ഇല്ല. അപ്പൊ സഹോദരങ്ങളെ, ഒരു ഒറ്റപ്പെട്ട റിപ്പോർട്ട്, അതുതന്നെ ഹദീസ് ലഈഫായ സംഭവം അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ശക്തമായി വിമർശിച്ച റിപ്പോർട്ടറുള്ള സൈഫിന്റെ ഈ സംഭവം, ഇതൊക്കെയാണോ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ തെളിവായി ഉദ്ധരിക്കേണ്ടത്? അല്ല. അപ്പൊ ഇവരെന്തിനാണ് ഇത് ഉദ്ധരിക്കുന്നത്? ഇവര് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയോട് മാത്രം ചോദിക്കേണ്ട ഈ സഹായാഭ്യർത്ഥന മൺമറഞ്ഞു പോയവരോട്, ജീവിച്ചിരിക്കുന്നവരിൽ തന്നെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രമായി നൽകേണ്ട ദുആകള് അഭൗതിക വിശ്വാസത്തോടുകൂടി പ്രാർത്ഥന മനസ്സോടുകൂടി കൊടുക്കുന്നുണ്ട്. ഈ ശിർക്ക് സ്ഥാപിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അത് വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് റഹ്മത്തുള്ളാഹി കാസിമി മൂത്തേടം ഈ ഖുതുബിയ്യത്ത് രചിച്ച സദഖത്തുല്ലാഹിൽ കാഹിരിയുടെ ഒരു കറാമത്ത് പറയുന്നുണ്ട്. അത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ എന്തിനാണ് ഇവർ കൊണ്ടുപോണത് എന്ന്. കേട്ടോളൂ. സദഖത്തുല്ലാഹിൽ കാഹിരി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ജനങ്ങൾ വന്ന് പറഞ്ഞു, ഇതൊന്നും നിങ്ങളെ തലേ കയറുമെന്ന് പോലും എനിക്കറിയൂല. ജുമഅക്ക് വന്ന ആളുകൾ പറഞ്ഞു, മഴ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, മഴക്ക് വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സദഖത്തുല്ലാഹിൽ കാഹിരി പറഞ്ഞു, ദ്വാരല്ല, മീക്കായിലിനോട് പറഞ്ഞോളാ ഞാൻ എന്ന് പറഞ്ഞു. അന്ന് മീക്കായിലിനെ വിളിച്ചു. മീക്കായിൽ വന്നു. അസറിന് മീക്കായിൽ കായൽ പട്ടണത്ത് വന്നു. മീക്കായിൽ അലൈഹിസ്സലാം വന്ന പള്ളി ആയതുകൊണ്ട് കായൽ പട്ടണത്തെ പ്രധാനപ്പെട്ട പള്ളിയുടെ പേര് ഇന്നും മസ്ജിദ് മീക്കായിലാണ്. ഇന്നും സദഖത്തുല്ലാഹിൽ കാഹിരി റളിയല്ലാഹു അൻഹു മീക്കായിലാണ് വിളിച്ചു. മീക്കായിൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അവരുമായി നല്ല സംസാരങ്ങളൊക്കെ നടത്തി. പിരിഞ്ഞു പോകാൻ നേരത്തെ പറഞ്ഞു, ഇന്നെന്തിനെ നിങ്ങൾ വിളിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ബഗാ വൈസൻ, മഴ വേണമെന്നോ. നിങ്ങളല്ലേ മഴയുടെ ആള്, നിങ്ങൾ മഴ വേണമെന്നോ. വഖദ് നാല മിൻഹു സദഖത്തുല്ലാഹി, അതപ്പോൾ തന്നെ വാങ്ങി വെക്കുകയും ചെയ്തു. മഴ മീക്കായിൽ അലൈഹിസ്സലാം പോകുന്നതിന് മുമ്പ് മഴ പെയ്തു. മീക്കായിലിനെ വിളിച്ചു വരുത്തിയിട്ട് കായൽ പട്ടണത്തേക്ക് മഴ പെയ്യിപ്പിച്ചു. ആര്? ഖുതുബിയത്തുണ്ടാക്കിയ ആര്? സദഖത്തുല്ലാഹിൽ കാഹിരി റളിയല്ലാഹു. ഇവരൊക്കെ എങ്ങനെ കുട്ടി ഇതൊക്കെ ശിർക്കാവുക? എന്താ ഈ വിളിച്ചു പറയുന്നത്? എന്റെ തലക്കെന്ത് പറ്റിപ്പോയത്? എന്തൊക്കെ പറ്റിപ്പോയത്? ഇതൊക്കെ എന്താ ആരാണ് നീ വിചാരിച്ചത്? ആരാ ഈ മനുഷ്യന്മാരൊക്കെ? ആരാണ് ഈ മനുഷ്യന്മാരൊക്കെ? എന്താണ് കുട്ടി എനിക്ക് തീരെ തലക്ക് സുഖല്ലേ? സഹോദരങ്ങളെ, ഈ ഖുതുബിയ്യത്ത് രചിച്ച സദഖത്തുല്ലാഹിൽ കാഹിരി എന്ന മഹാനായ പണ്ഡിതൻ അറിഞ്ഞില്ലേ? ഈ ഖുതുബിയ്യത്ത് രചിച്ച ഇയാള് ഈ ഖുതുബിയ്യത്ത് രചിച്ചിട്ട് ആകെ 350-400 കൊല്ലത്തിന് താഴെയായിട്ടുള്ളൂ. അതിന് മുമ്പുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കൾക്കോ മുസ്ലിങ്ങൾക്കോ ഖുതുബിയ്യത്ത് പരിചയം തന്നെയല്ല. ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന മഹാൻ, അദ്ദേഹത്തെ ഒരിക്കലും സലഫികൾ, മുജാഹിദുകൾ, വഹാബികൾ പരിഹസിക്കൂല. അദ്ദേഹത്തെ ഒരിക്കലും സമൂഹത്തിൽ തേജോധം ചെയ്യൂല. കാരണം എന്താ? അദ്ദേഹം ഇറാഖിന്റെ